ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയർ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 21 തീയതിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 72ാമത് ലോക സുന്ദരി കിരീട മത്സരം നടക്കാൻ പോകുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. 72ാമത് ലോക സുന്ദരി കിരീട മത്സരം ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അത് തെലങ്കാനയിലാണ്. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 വിന്നറായ വിജയ് നന്ദിനിയാണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 വിന്നറായിട്ടുള്ള വിജയ് നന്ദിനിയാണ്. അടുത്ത ചോദ്യം, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് CEA ആയിട്ട് വി അനന്ത നാഗേശ്വരന്റെ ടേം മാർച്ച് 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സർക്കാർ. അതായത് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി CEA വി അനന്ത നാഗേശ്വരന്റെ കാലാവധി മാർച്ച് 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഉച്ചകോടിയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നടക്കുന്നത് ബോൾഗാട്ടി ലുലു കൺവെൻഷൻ സെന്ററിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളാണ്. അപ്പോൾ അതിനോട് ചേർത്ത് പഠിക്കേണ്ടുന്ന രണ്ട് ചോദ്യങ്ങളാണ്. നമ്മുടെ സംസ്ഥാന വ്യവസായ മന്ത്രിയായിരിക്കുന്നത് P രാജീവും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമാണ്. നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരിയാണ്. ഇവർ മൂന്നുപേരും ഇന്ന് നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ പങ്കെടുക്കുന്നവരാണ്. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റിന്റെ വേൾഡ് ഫസ്റ്റ് ക്വാണ്ടം പ്രൊസസർ ചിപ്പ് മെജോറിന 1 എന്നത് അവര് പുറത്തുവിട്ടിട്ടുണ്ട്. വേൾഡ് ഫസ്റ്റ് ക്വാണ്ടം പ്രൊസസർ ചിപ്പ് മൈക്രോസോഫ്റ്റ് ആണ് അത് പുറത്തുവിടുന്നത്, മെജോറിന 1. അടുത്ത് ഓൾ ഇന്ത്യ കോൺഫറൻസ് ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് അത് ഏത് സിറ്റിയിലാണ് ഹോസ്റ്റ് ചെയ്തത്? അജ്മീർ ആണ്. ഫസ്റ്റ് ഓൾ ഇന്ത്യ കോൺഫറൻസ് ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് ഹോസ്റ്റ് ചെയ്തത് അജ്മീർ എന്ന സിറ്റിയിലാണ്. അടുത്ത ചോദ്യം, ആക്രി ആപ്പ് ഫോർബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം പിടിച്ച മലയാളി ആപ്പാണ് ആക്രി ആപ്പ്. ഫോർബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി ആപ്പാണ് ആക്രി ആപ്പ്. അടുത്ത് റോൺസൺ നിയമം. ഈ നിയമം നിലവിൽ വന്നത് ബ്രിട്ടനിലാണ്. 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് കത്തി വിൽപ്പന നടത്തുന്നതിന് എതിരെയുള്ള ഒരു നിയമമാണ്. അത് ഒരു ഇന്ത്യൻ ബാലനായിട്ടുള്ള റോണൻ കന്ത എന്ന ബാലന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് വർഷങ്ങൾക്ക് മുൻപ് റോണൻ ഒരു മാറ്റത്തിലൂടെ മാറിപ്പോയതിലൂടെ ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത വ്യക്തികളിൽ നിന്ന് കുത്തേറ്റ് മരിക്കുകയും അതിലൂടെ ഈ ഒരു നിയമം ബ്രിട്ടൻ പാസ്സാക്കുകയും ചെയ്തതാണ്. അടുത്ത ചോദ്യം, മികച്ച കളക്ടറേറ്റിനുള്ള അവാർഡ് ലഭിച്ചത് തൃശൂരിനാണ്. മികച്ച കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടത് NSK ഉമേഷ് ആണ്, എറണാകുളം. അതുപോലെ തന്നെ സബ് കളക്ടർ KR മീര, ഫോർട്ട് കൊച്ചിയിലെ കളക്ടറാണ് KR മീരയ്ക്കാണ്. അടുത്ത ചോദ്യം, ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമാണ് മുഹമ്മദ് ഷമ്മി. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ പ്ലെയറാണ് മുഹമ്മദ് ഷമ്മി. തദ്ദേശീയ ഇനം താറാവുകളുടെ പട്ടികയിൽ ദേശീയ അംഗീകാരം നേടിയ പുതിയ ഇനം താറാവുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് ത്രിപുരേശ്വരി, അത് ത്രിപുര സംസ്ഥാനത്ത് നിന്നാണ്. അടുത്തതായി പാട്ടി ആസാം സംസ്ഥാനത്ത് നിന്ന്, മൈഥിലി ബീഹാർ സംസ്ഥാനത്ത് നിന്ന്. ത്രിപുരേശ്വരി ത്രിപുര, അത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പാട്ടി ആസാം, മൈഥിലി ബീഹാർ. അടുത്തതായിട്ട് പുതുതായി നിയമിതനായ ദൂരദർശൻ ഡയറക്ടർ ജനറലാണ് K സതീഷ് നമ്പൂതിരിപ്പാട്. മലയാളിയാണ് അദ്ദേഹം. പുതിയ ദൂരദർശൻ ഡയറക്ടർ ജനറലാണ് സതീഷ് നമ്പൂതിരിപ്പാട്. ഏകദിനത്തിൽ 11,000 റൺസ് സ്വന്തമാക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും വേഗത്തിൽ ഏകദിനത്തിൽ 11,000 റൺസ് തികയ്ക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് രോഹിത് ശർമ്മ. അപ്പൊ ഏകദിനത്തിൽ 11,000 റൺസ് സ്വന്തമാക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ഏറ്റവും വേഗത്തിൽ ഏകദിനത്തിൽ 11,000 റൺസ് തികയ്ക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് രോഹിത് ശർമ്മ. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിക്കുന്നു. താങ്ക് യു.